ഹലോ. അപ്പോൾ പതിവ് പോലെ തന്നെ ഇത്തവണയും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കോർ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ വൈകരുതല്ലോ എന്ന് വിചാരിച്ച് ഉള്ള സമയമൊക്കെ എടുത്ത് ഞാനിതങ്ങോട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം. കിച്ചണിൽ 2 കോർണേഴ്സിൽ ഒരു കോർണറിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ അതിനകത്ത് കുറച്ച് ക്രിസ്മസ് തീം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല. അടുത്തത് നമ്മളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ തന്നെ 2ാമത്തെ കോർണറിലായിട്ട് ഒരു ചെറിയൊരു കേക്ക് സ്റ്റാൻഡ്, വലിയ വിലയൊന്നും ഇല്ലാണ്ട് ഞാൻ വാങ്ങിയതാണ്. അത് കുറച്ചധികം നാളെ വാങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലൊരു ഡെക്കോർ പീസും സൈഡിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡെക്കോർ പീസാണ് കേട്ടോ ഇത്. ഇങ്ങനത്തെ ഒരു ഫ്രെയിം പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതുമൊക്കെ വെച്ചിട്ട് ആ ഭാഗം കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കിച്ചൺ ഐലൻഡിൽ ഞാൻ യൂഷ്വലി വേറൊരു ട്രേ പോലത്തെ ട്രേ അല്ല, ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സും സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. അത് മാറ്റി കുറച്ചൊന്ന് നല്ലൊരു സ്റ്റാൻഡ് നമ്മൾ ഈയിടെ മേടിച്ചു. അതിൻ്റെ മുകളിൽ നമ്മളൊരു ഫ്ലവേഴ്സും ഓൾറെഡി ഉണ്ടായിരുന്ന ഫ്ലവേഴ്സും പിന്നെ ഒരു ക്യാൻഡിൽ സ്റ്റാൻഡും, ആ റെഡ് കളറിലുള്ളത് ഞാൻ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെടുത്ത് വെച്ചു. പിന്നെ നമ്മളുടെ ഇൻസെൻസ് ഹോൾഡർ എൻ്റെ കയ്യിൽ വേറൊരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറിലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ആയപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി ഈ ഒരു തീമിലുള്ള അത് ശരിക്കും ഇൻസെൻസ് ഹോൾഡർ ഒന്നുമല്ല, പക്ഷേ അങ്ങനെ ഒരു ഓപ്പണിംഗ് ഉള്ളൊരു സംഭവം കണ്ടപ്പോൾ ഞാൻ അതിന് വേണ്ടി അത് യൂസ് ചെയ്തു. അപ്പോൾ അടുത്തത് ഡൈനിങ് ടേബിളാണ്. അപ്പം ഇതിന് എൻ്റെ കയ്യിൽ ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള ടേബിൾ ക്ലോത്തോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഹോം സെൻസിൽ തന്നെയാണ് അതും എനിക്ക് കിട്ടിയത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ തന്നെ സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ ഈ ഗ്രീൻ കളറിൽ ടേബിൾ റണ്ണർ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെ മുമ്പ് എപ്പോഴോ മേടിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കോർ പീസ്, ലൈക്ക് ഒരു എന്താ പറയുക ട്രേയിൽ, ആ ട്രേയും അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. അതിനകത്ത് ഇതുപോലെ കുറച്ച് ഓർണമെൻറ്റ്സും സാധനങ്ങളൊക്കെ വെച്ച് ഒരു ക്രിസ്മസി തീം കൊണ്ടുവരാനായിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി പുൽക്കൂട്. നാട്ടിൽ ശരിക്കും കുറച്ചും കൂടെയൊക്കെ വലിയ രീതിയിലൊക്കെ ആയിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. എനിക്കും ഭയങ്കര എന്താ പറയുക, ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ടൈമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കുഞ്ഞി പുൽക്കൂടാണിത്. പിന്നെ ഇനി കാണുന്നത് നമ്മളുടെ ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീയുടെ താഴെയായിട്ട് നമ്മളൊരു ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ബാറ്ററി ഇട്ട് ഓടുന്ന സംഭവമാണ്. അപ്പോൾ അതിനൊരു സ്വിച്ച് ഉണ്ട്, ഓഫാക്കിയാൽ ഓഫാവും, ഓണാക്കിയാൽ ഓണായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രിസ്മസ് ട്രീ. അപ്പോൾ നമ്മളങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ കയ്യിൽ കുറേ നാളുകളായിട്ട്, കുറേ വർഷങ്ങളായിട്ടുള്ള കുറേ ഓർണമെൻറ്റ്സും നമുക്ക് വളരെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ള കുറേ ഓർണമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടത്. ഇത് ഇത്തവണ വാങ്ങിയതാണ്. നമ്മൾ വീട് വാങ്ങിച്ചിട്ട് ഉള്ള ആദ്യത്തെ ക്രിസ്മസ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടീമൊന്ന് മേടിച്ച ഒരു ക്രിസ്മസ് ട്രീ ഓർണമെൻ്റ് ആണ് കേട്ടോ അത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇതുപോലത്തെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെനിക്കിഷ്ടമായി. പിന്നെ ഇതൊക്കെ പിള്ളേരുടെ തന്നെ DIYs ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ, ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു OTG oven ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ക്രിസ്മസ് ഡെക്കോറാണ്. അപ്പോൾ അവരുടെ ഒരു കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അതൊരു ഓർമ്മയും കൂടെയല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ DIYs ഒക്കെ ഭയങ്കര ഞാൻ എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു അത് 3 പേരുടെയും കൈ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് നേരത്തെ കാണിച്ചതിൽ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കുക്കുവിൻ്റെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ്, എൻ്റെ മുന്നത്തെ വർഷമാണെന്ന് അറിയില്ല, ചെയ്യിച്ചൊരു ഡെക്കോറാണ്. ഇത് നോനുവിൻ്റെ സ്കൂളിൽ നിന്ന് പണ്ടെപ്പോഴോ ചെയ്യിച്ചിട്ടുള്ളൊരു കഴിഞ്ഞ വർഷം ചെയ്യിച്ചിട്ടുള്ളൊരു ഡെക്കോർ പീസ് ഹാങ്ങിങ് ആണ്, ക്രിസ്മസ് ട്രീ ഹാങ്ങിങ് ആണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2-3 വർഷമായിട്ടുണ്ട് ഇതെടുത്ത്. 2 വർഷം എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഇതുപോലെ എവിടെയോ ഇതുപോലെ സാന്റേനെ കാണാൻ പോയിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അതൊരു ഓർണമെൻ്റായിട്ട് നമ്മൾ തൂക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രിസ്മസ് ട്രീ വിത്ത് ട്രെയിൻ.
ഇനി ഇത് നമ്മളുടെ ലിവിങ് ഏരിയയിലുള്ള കുറച്ച് ഡെക്കോർ പരിപാടികളാണ്. നമ്മളുടെ കോഫി ടേബിള് ചെറുതായിട്ടൊരു അലങ്കരിച്ചതാണ്. ഈ ഫയർ പ്ലേസ് ഒക്കെ ഓണാക്കി രാത്രി എസ്പെഷ്യലി ഇതൊക്കെ ഓണാക്കി ഇതെല്ലാം ലൈറ്റൊക്കെ കത്തിച്ച ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇത് നമ്മുടെ ലിവിങ് ഏരിയ തന്നെ ടിവിയുടെ ഒക്കെ സൈഡുകളിൽ കുറച്ച് തട്ടുകളുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ കുറച്ച് ക്രിസ്മസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച സാന്റാക്ലോസിന് കൂടെയുള്ള ഫോട്ടോയുടെ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇരുട്ടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ എല്ലാ ലൈറ്റും, അതായത് ഈ കുഞ്ഞു ലൈറ്റ്, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റുകളും ഫയർ പ്ലേസ് ഒക്കെ ഓണാക്കിയാൽ ഭയങ്കര ഭംഗിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ടി വിയുടെ അവിടെ ഡെക്കറേറ്റ് ചെയ്തത് കുറച്ച് ഭംഗിയുള്ള കുറച്ച് ഡെക്കോർ പീസസൊക്കെ മിക്കതും എനിക്ക് തോന്നുന്നു ഹോം സെൻസ് തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സ്റ്റോക്കിങ്സ് 3 വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊന്നും ഇല്ലെങ്കിലും സംഭവം അവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ടി വിയുടെ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ക്രിസ്മസ് ഡെക്കോർ ഐറ്റമാണ്. ഇതിൻ്റെ ഉള്ളിൽ സാന്റ ആണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വേറെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. അതിൻ്റെ ഉള്ളിൽ സ്നോമാൻ ആൻഡ് ഫാമിലിയാണ്. അപ്പോൾ അതിന് നമ്മൾ നല്ലൊരു സ്പേസ് കൊടുത്തു. പിന്നെ ഇതാണ് നമ്മളുടെ ക്രിസ്മസ് റീത്ത്. അത് നമ്മൾ ഡോറിൽ തന്നെയാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഡോറ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ കുറച്ച് ഡെക്കോർ പീസസ് ആണ്. ഈ ഒരു ട്രക്ക് വിനുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് 1-2 വർഷം മുമ്പ് ക്രിസ്മസ് ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ വിനുവിന് വണ്ടികളോട് പൊതുവേ ഒരു ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് വിനു അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് നമ്മളുടെ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പം ഉള്ള ഒരു ഏരിയയിൽ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ അകത്തുനിന്ന് പുറത്തേക്ക് കാണുന്ന ഒരു വ്യൂ ആണ്. അപ്പോൾ ഇത് കുറച്ചധികം നാളുകളായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട്. കുറച്ച് നാൾ മുമ്പ് ഭയങ്കരമായിട്ട് സ്നോ ഒക്കെ കുറച്ചധികം എന്താ പറയുക 2 ദിവസമൊക്കെ കണ്ടിന്യൂസ് വീണു. പിന്നെ അങ്ങോട്ട് വെതർ, അതായത് ടെമ്പറേച്ചർ അങ്ങോട്ട് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര നെഗറ്റീവ് 17, 18, 20 അങ്ങനെയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഉള്ള കിടക്കുന്ന മഞ്ഞ് ഉരുകി പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ നാളുകളോളം അതങ്ങനെ കിടന്നു. ഇപ്പം അങ്ങനെ എന്താണ് അവസ്ഥ എന്നറിയില്ല. കാരണം ഞങ്ങളിപ്പം US ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബണ്ണിയുടെ കാൽപ്പാടുകളാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് യാർഡിൽ ഡെക്കോർ ഐറ്റംസ്. 2-3 മാനുകൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ ഉള്ള മാനുകൾ. പിന്നെ 2 ട്രീസിൽ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ്സ് കുറച്ച് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ബൈ.